ഓസ്കാർ വൈൽഡ് എഴുതിയ ഹാപ്പി പ്രിൻസ് എന്ന കഥയാണ് പറയാൻ പോകുന്നത്. യൂറോപ്പിൽ നഗരമധ്യത്തിലുള്ള ഒരു ഉദ്യാനത്തിൽ പട്ടണത്തിൻ്റെ കാവൽ മാലാഖ പോലെ ഒരു പടുകൂറ്റൻ പ്രതിമ സ്ഥാപിച്ചിരുന്നു. യൗവനത്തിൽ പിരിഞ്ഞ തങ്ങളുടെ പ്രിയ രാജകുമാരൻ്റെ ഓർമ്മയ്ക്കായി നഗരസഭ പണികഴിപ്പിച്ചതാണ് ഈ പ്രതിമ. ആ രാജകുമാരൻ്റെ പ്രതിമയുണ്ടാക്കിയിരുന്നത് സ്വർണം കൊണ്ടുള്ള ചെറിയ ഇലകൾ കൊണ്ടായിരുന്നു. ആ രാജകുമാരൻ്റെ കണ്ണുകളിൽ വളരെ വിലപിടിപ്പുള്ള ഇന്ദ്രനീല കല്ല് പതിപ്പിച്ചിരുന്നു. ആ രാജകുമാരൻ്റെ വാൾപ്പിടിയിൽ പത്മരാഗക്കല്ലുകൾ പതിപ്പിച്ചിരുന്നു. ആ നഗരത്തിലെ എല്ലാവരും അവരുടെ നഗരത്തിലെ ആ സന്തോഷവാനായ രാജകുമാരൻ്റെ പ്രതിമയിൽ അഭിമാനിച്ചിരുന്നു. കാരണം ആ പ്രതിമ അത്ര സുന്ദരമായിരുന്നു. നഗരത്തിൻ്റെ ഒത്ത നടുക്ക് ഏറ്റവും പൊക്കത്തിൽ സ്വർണവും രത്നങ്ങളും കൊണ്ടാണ് ആ പ്രതിമയുണ്ടാക്കിയിരുന്നത്. ആ നഗരത്തിലുള്ള ഒരു കൗൺസിലർ ആ പ്രതിമയെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ പ്രതിമ ഏറ്റവും ഭംഗിയുള്ളതാണ്, പക്ഷെ ഇതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. എങ്കിലും ഇത് കണ്ണിന് ഭയങ്കര സുന്ദരമായ ഒരു കാഴ്ചയാണ്. ആ നഗരത്തിലെ കുഞ്ഞുങ്ങളൊക്കെ കരയുമ്പോൾ അമ്മമാർ സന്തോഷവാനായ രാജകുമാരൻ്റെ പ്രതിമ കാണിച്ചു കൊടുക്കും. നോക്കൂ, ആ സന്തോഷവാനായ രാജകുമാരനെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിക്കും. ആ രാജകുമാരൻ ആ രാജ്യത്തെ രാജാവിൻ്റെ മകനായിരുന്നു. എന്നും സന്തോഷത്തോടെ ഇരിക്കുന്ന ആ രാജകുമാരനെ എല്ലാവരും ഹാപ്പി പ്രിൻസ് എന്ന് വിളിച്ചു. ആ സന്തോഷവാനായ രാജകുമാരൻ കൊട്ടാരത്തിൽ സുഖസൗകര്യങ്ങൾ ജീവിച്ചു മരിച്ചു. ആ രാജകുമാരന് ദുഃഖം എന്താണെന്ന് അറിയില്ലായിരുന്നു. രാജകുമാരൻ്റെ മരണശേഷം അവിടുത്തെ നഗരസഭ രാജകുമാരൻ്റെ പ്രതിമ അവരുടെ നഗരത്തിൻ്റെ നടുക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ആ പ്രതിമയാണ് ഈ സന്തോഷവാനായ രാജകുമാരൻ്റെ പ്രതിമ. ജീവിതത്തിൽ ഒത്തിരി ദുഃഖമുള്ള ആളുകളൊക്കെ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ കണ്ട് സന്തോഷിച്ചു. അനാഥാലയത്തിലുള്ള അനാഥ കുട്ടികൾ അവനെ മാലാഖയെ പോലെയാണ് ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ കുട്ടികളോട് തർക്കിച്ചു, അതിന് നിങ്ങൾ മാലാഖയെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിലെ മാലാഖയ്ക്ക് ഹാപ്പി പ്രിൻസിൻ്റെ രൂപമാണ് ഉണ്ടായിരുന്നതെന്ന്. ആ രാജകുമാരനും ഒരു ചെറിയ ദേശാടന പക്ഷിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണിത്. ആ ദേശാടന പക്ഷി ആ നഗരത്തിലൂടെ പറന്നു പോവുകയാണ്. സാധാരണ ദേശാടന പക്ഷികൾ കൂട്ടം കൂടിയാണ് പറന്നു പോകുന്നത്. പക്ഷേ നമ്മുടെ കഥയിലെ ഈ ദേശാടന പക്ഷി തനിയാണ് പറന്നു പോകുന്നത്. അവൻ എങ്ങനെയാണ് തനിച്ചായത്? അവൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ എവിടെ? ഈ ദേശാടന പക്ഷി തൻ്റെ കൂട്ടുകാരുമായി ഓരോ നാടും ചുറ്റി സഞ്ചരിക്കുന്നതിനിടയ്ക്ക് നദിക്കരയിൽ താമസിക്കുന്ന ഒരു കുരുവിയുമായി പ്രണയത്തിലായി. വലിയ ഗാഢപ്രണയമാണ്. ആ കുരുവി അതിസുന്ദരിയായിരുന്നു. കൂട്ടുകാരെല്ലാവരും പോയപ്പോൾ നമ്മുടെ ദേശാടന പക്ഷി തൻ്റെ പ്രണയിനിക്ക് വേണ്ടി നദിക്കരയിൽ താമസിച്ചു. തൻ്റെ കൂട്ടുകാരൊക്കെ പറന്നു പോയപ്പോൾ അവന് വലിയ വിഷമം തോന്നി. അങ്ങനെ അവൻ നദിക്കരയിൽ കുരുവിയുമായി താമസിക്കാൻ തുടങ്ങി. പിന്നീടാണ് അവന് മനസ്സിലായത് അവൻ്റെയും കുരുവിയുടെയും ഇഷ്ടങ്ങൾ രണ്ടും രണ്ടായിരുന്നു. അവൻ്റെ പ്രണയിനിയായ കുരുവിക്ക് തണുപ്പിനെ അതിജീവിക്കാൻ പറ്റും. മാത്രമല്ല അത് അതിൻ്റെ വീട് വിട്ട് ദേശാടന കിളിയുടെ കൂടെ പോകാൻ തയ്യാറല്ല. പക്ഷേ ദേശാടന കിളിക്ക് അവിടെ അധിക സമയം ചെലവഴിക്കാനാവില്ല. കാരണം ഇനി തണുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. അത് അതിജീവിക്കാനുള്ള ശക്തി ദേശാടന പക്ഷിക്കില്ല. അങ്ങനെ നമ്മുടെ ദേശാടന പക്ഷി കുരുവിയോട് ചോദിക്കുകയാണ്, നീ എൻ്റെ കൂടെ വരുന്നോ? പക്ഷെ കുരുവി ദേശാടന പക്ഷിയുടെ കൂടെ പോകാൻ തയ്യാറായില്ല. കൂട്ടുകാരായ ദേശാടന പക്ഷികൾ 6 ആഴ്ചയ്ക്ക് മുമ്പാണ് അവിടെ നിന്നും ഈജിപ്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ദേശാടന പക്ഷി ഈജിപ്റ്റ് ലക്ഷ്യമാക്കി പറക്കുകയാണ്. അങ്ങനെ പറന്നു പോകുന്നതിനിടയ്ക്ക് രാത്രി വിശ്രമിക്കാനായി ദേശാടന പക്ഷി ഹാപ്പി പ്രിൻസിൻ്റെ കാലിൻ്റെ ഇടയിലുള്ള
ആ ചെറിയ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ദേശാടന പക്ഷിക്ക് ഹാപ്പി പ്രിൻസിൻ്റെ കാലിൻ്റെ ഇടയിലുള്ള സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവന് അതൊരു ഗോൾഡൻ ബെഡ്റൂം പോലെയാണ് തോന്നിയത്. അങ്ങനെ നമ്മുടെ ദേശാടന പക്ഷി ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ദേശാടന പക്ഷിയുടെ ശരീരത്തിലേക്ക് എവിടെ നിന്നോ വെള്ളത്തുള്ളി വീണു. അവൻ എണീറ്റു നോക്കി. അങ്ങനെ നമ്മുടെ ദേശാടന പക്ഷി ആകാശത്തേക്ക് നോക്കിയാണ്. അവിടെ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെയുണ്ട്. കാർമേഘങ്ങളില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ വെള്ളത്തുള്ളികൾ വരുന്നത്? അവൻ മുകളിലേക്ക് നോക്കി. അപ്പോഴാണ് ദേശാടന പക്ഷി കണ്ടത് സന്തോഷവാനായ രാജകുമാരൻ കരയുന്നു. എന്തിനാണ് രാജകുമാര നീ കരയുന്നത് എന്ന് ദേശാടന പക്ഷി രാജകുമാരനോട് ചോദിച്ചു. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് ഒരു മനുഷ്യഹൃദയമുണ്ടായിരുന്നു. ഞാൻ രാജകൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത്. എന്താണ് കണ്ണുനീർ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളുടെ രാജകൊട്ടാരത്തിലേക്ക് വിഷമത്തിനോ ദുഃഖത്തിനോ പ്രവേശനമില്ലായിരുന്നു. പകൽ സമയങ്ങളിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുമൊത്ത് അവിടെയൊക്കെ പൂന്തോട്ടങ്ങളിൽ കളിച്ചിരുന്നു. രാത്രിയിൽ ഞങ്ങളുടെ കൊട്ടാരത്തിൽ ഡാൻസും പാട്ടുമൊക്കെയായി വളരെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ രാജകൊട്ടാരത്തിന് പുറത്ത് ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ അവരുടെ വിഷമങ്ങളോ ഒന്നും എനിക്കറിയാൻ സാധിച്ചില്ല. മാത്രമല്ല രാജകൊട്ടാരത്തിന് പുറത്തെ പറ്റിയുള്ള ലോകത്തെപ്പറ്റി ഞാൻ ആരോടും ചോദിച്ചില്ല. അങ്ങനെ ഞാൻ സുഖമായി ജീവിച്ചു മരിച്ചു. എൻ്റെ മരണശേഷം എൻ്റെ ഓർമ്മയ്ക്കെന്നവണ്ണം സ്വർണങ്ങളും രത്നങ്ങളും കൊണ്ടുണ്ടാക്കിയ ഈ പ്രതിമ നഗരമധ്യത്തിൽ സ്ഥാപിച്ചു. ഇന്നെനിക്ക് മനസ്സിലാകുന്നു എൻ്റെ നഗരത്തിലെ ആളുകൾ എത്ര വിഷമത്തോടെയാണ് ജീവിക്കുന്നതെന്ന്. ആളുകൾ ഓരോ ദിവസവും ജീവിക്കാൻ പാടുപെടുന്നു. നോക്കൂ, ദൂരെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ വീട്ടിൽ കൊട്ടാരൻ തുന്നൽക്കാരിയുടെ മകന് പനിയാണ്. ആ കുഞ്ഞ് പനിക്കുമ്പോൾ ഓറഞ്ച് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. പക്ഷേ ആ അമ്മയുടെ കയ്യിൽ പൈസയില്ല. അവനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാനോ അവൻ ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിക്കൊടുക്കുവാനോ അവർക്ക് കഴിയുന്നില്ല. കൊട്ടാരത്തിലെ തുണികൾ തുന്നി അവരുടെ കൈകൾ സൂചിപ്പാടാൽ മുറിഞ്ഞിരിക്കുന്നു. എൻ്റെ ദേശാടന പക്ഷി, നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ വാൾപ്പിടിയിലുള്ള ആ പത്മരാഗക്കല്ലുകൾ കൊത്തിയെടുത്ത് നീ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. നോക്കൂ, എൻ്റെ കാലുകൾ ഈ ടവറിൽ ഒട്ടിപ്പിടിച്ച നിലയിലാണ്. അതിനാൽ തന്നെ എനിക്ക് അവിടെ പോയി അവരെ സഹായിക്കാൻ സാധ്യമല്ല. രാജകുമാരൻ്റെ കണ്ണീരിൽ പൊതിഞ്ഞ അപേക്ഷ ആ ദേശാടന പക്ഷി സ്വീകരിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാർ ഇപ്പോൾ ഈജിപ്തിലെത്തിക്കാണും. എനിക്കും അങ്ങോട്ട് പോകണം. പക്ഷേ രാജകുമാര, ഞാൻ നിൻ്റെ ഈ ആവശ്യം നടത്തിത്തരാം എന്ന് ദേശാടന പക്ഷി പറയുകയാണ്. എൻ്റെ കൂട്ടുകാരിപ്പോൾ ഈജിപ്തിലെ പിരമിഡുകളിൽ ഉറങ്ങാൻ പോയിട്ടുണ്ടാവും. അവിടെ മരിച്ചുപോയ രാജാക്കന്മാരെ പട്ടിലും സ്വർണത്തിലും പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നു. അവിടെയെല്ലാം സുഗന്ധദ്രവ്യത്തിൻ്റെ മണമാണ്. ദേശാടന പക്ഷി രാജകുമാരനോട് പറഞ്ഞു, എനിക്ക് ആൺകുട്ടികളെ ഒന്നും ഇഷ്ടമല്ല. ഞങ്ങൾ നദിക്കരയിൽ താമസിക്കുമ്പോൾ അവിടെ 2 ആൺകുട്ടികൾ വരുമായിരുന്നു. അവർ എന്നെ കല്ലെറിഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ എനിക്ക് നന്നായി പറക്കാൻ അറിയാം. അവർ കല്ലെറിഞ്ഞെങ്കിലും ഒരു കല്ല് പോലും എൻ്റെ ശരീരത്ത് കൊണ്ടിരുന്നില്ല. പക്ഷെ രാജകുമാരൻ പറഞ്ഞു, ആ കൊട്ടാരൻ തുന്നൽക്കാരിയുടെ മകന് തീരെ വയ്യ. അവൻ്റെ അമ്മയും വലിയ വിഷമത്തിലാണ്. അങ്ങനെ നമ്മുടെ ദേശാടന പക്ഷി രാജകുമാരൻ്റെ വാൾപ്പിടിയിലുള്ള പത്മരാഗക്കല്ലുമായി ആ നഗരത്തിലൂടെ പറന്നു പോവുകയാണ്. ആ നഗരത്തിലൂടെ പറന്നു പോകുമ്പോൾ അവിടെയുള്ള വലിയ പള്ളികളും അവിടെ കൊത്തിവെച്ചിരുന്ന വലിയ മാലാഖമാരുടെ പ്രതിമകളും അവൻ കണ്ടു. അവൻ അവിടെയുള്ള രാജകൊട്ടാരം കണ്ടു. അവിടെ രാജകൊട്ടാരത്തിൽ നിന്നും ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും സന്തോഷത്തിൻ്റെയും ശബ്ദം അവൻ കേട്ടു. രാജകൊട്ടാരത്തിൻ്റെ വരാന്തയിൽ ഒരു രാജകുമാരനെയും രാജകുമാരിയെയും അവൻ കണ്ടു. രാജകുമാരൻ ആ മനോഹരമായ രാത്രിയെയും പ്രണയത്തെയും പറ്റി സംസാരിക്കുമ്പോൾ രാജകുമാരി തൻ്റെ അടുത്ത ഡാൻസ് പാർട്ടിക്ക് വേണ്ടി കൊട്ടാരൻ തുന്നൽക്കാരിയുടെ കയ്യിൽ തയ്ക്കാൻ കൊടുത്തിട്ടുള്ള ഡ്രസ്സിനെ പറ്റിയാണ് വേവലാതിപ്പെടുന്നത്.
അതിൽ രാജകുമാരി പാഷൻ ഫ്ലവേഴ്സ് തുന്നാൻ തയ്യൽക്കാരിയോട് പറഞ്ഞിരിക്കുകയാണ്. രാജകുമാരി അതിനിടയിൽ പറയുന്നുണ്ട്, കൊട്ടാരം തുന്നൽക്കാരി വളരെ മടിച്ചിയാണ്. ആ ഡാൻസ് പാർട്ടിക്ക് മുമ്പ് ആ ഡാൻസ് ഡ്രസ്സ് എനിക്ക് തയ്ച്ച് കിട്ടുമോ എന്ന് പോലും എനിക്ക് സംശയമാണ് എന്ന് ആ രാജകുമാരനോട് പറയുകയാണ്. പക്ഷേ സത്യത്തിൽ അതാണോ നടക്കുന്നത്? അല്ല. നമ്മുടെ പാവം കൊട്ടാരം തുന്നൽക്കാരി തയ്ച്ച് അവരുടെ കൈകൾ എല്ലാം സൂചിമുനയാൽ മുറിഞ്ഞിരിക്കുന്നു. അവരുടെ കുഞ്ഞിന് പനിയാണ്. അതിന് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ അവരുടെ കയ്യിലില്ല. അതിൻ്റെ അർത്ഥം കൊട്ടാരങ്ങളിൽ ജോലി ചെയ്താൽ പോലും അന്നന്നേക്കുള്ള ആഹാരത്തിനുള്ള വക പോലും ആ പാവപ്പെട്ട സ്ത്രീക്ക് കിട്ടിയിരുന്നില്ല എന്നതാണ്. അതും കഴിഞ്ഞ് അവസാനം ആ വഴിയരികിലെ ചെറിയ വീട്ടിലേക്ക് ദേശാടന പക്ഷി എത്തി. അവൻ ആ രത്നം ക്ഷീണിച്ചു തളർന്നു കിടക്കുന്ന ആ കൊട്ടാരം തുന്നൽക്കാരിയുടെ അടുത്ത് വെച്ചു. പിന്നീട് ആ കുട്ടിയുടെ അടുത്ത് പോയി തൻ്റെ ചിറക് ഒരു ഫാൻ പോലെ ചലിപ്പിച്ചു. ആ കുട്ടിക്ക് നല്ല ആശ്വാസം തോന്നി. തനിക്ക് പനി മാറും എന്ന അവന് ഒരു ശുഭാപ്തി വിശ്വാസം അവൻ്റെ മനസ്സിൽ ഉണ്ടായി. പിന്നീട് നമ്മുടെ ദേശാടന പക്ഷി ആ രാജകുമാരൻ്റെ അടുത്തേക്ക് പറന്നു ചെന്ന് അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് അതിരാവിലെ എണീറ്റു. ദേശാടന പക്ഷി അവിടെയുള്ള നദിക്കരയിൽ പോയി കുളിച്ചു. പിന്നീട് അവിടെയുള്ള പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ പോയി. അവിടെയുള്ള മറ്റു പക്ഷികളൊക്കെ നമ്മുടെ ദേശാടന പക്ഷിയെ ഏതോ ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കി. അന്ന് രാത്രിയിൽ അവൻ ഈജിപ്തിലേക്ക് പറക്കാൻ പോവുകയാണ്. ആ രാത്രി അവൻ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമയുടെ അടുത്തെത്തി. താൻ ഇന്ന് ഈജിപ്തിലേക്ക് പോവുകയാണ് എന്ന് ദേശാടന പക്ഷി രാജകുമാരനോട് പറഞ്ഞു. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, പ്രിയപ്പെട്ട ദേശാടന പക്ഷി, നീ പോകുന്നതിന് മുമ്പ് എനിക്കൊരു സഹായം ചെയ്യണം. ഇതാ ആ കെട്ടിടത്തിൽ ഒരു നാടകകൃത്തുണ്ട്. അയാളുടെ കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലുമില്ല. അയാൾ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ വളരെ ദിവസങ്ങളായി. നീ എൻ്റെ കണ്ണിലെ ഈ ഇന്ദ്രനീലക്കല്ല് കൊത്തിയെടുത്ത് ആ കഥാകൃത്തിന് കൊടുക്കണം. പക്ഷി കണ്ണു കുത്തിയെടുക്കാനോ? അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, ദേശാടന പക്ഷി പറഞ്ഞു. പക്ഷേ രാജകുമാരൻ്റെ സങ്കടം മാറ്റാനായി ആ ദേശാടന പക്ഷി ഇന്ദ്രനീലക്കല്ലിൽ ഒരെണ്ണം കൊത്തിയെടുത്ത് കഥാകൃത്തിൻ്റെ അടുത്ത് വെച്ചു. ആ പക്ഷി അവിടെ എത്തിയപ്പോൾ അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു. തൻ്റെ ഏതോ ഒരു ആരാധകൻ തന്നതാണ് എന്ന് കരുതി അയാൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നീട് ദേശാടന പക്ഷിയോട് രാജകുമാരൻ ഒരപേക്ഷ കൂടി പറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ കണ്ണിലെ ഇന്ദ്രനീലക്കല്ല് കൊത്തി അവിടെ കരയുന്ന ആ പെൺകുട്ടിക്ക് കൊടുക്കണം. അവൾ തീപ്പെട്ടി വിൽക്കാനായി വന്നതാണ്. പക്ഷേ അവളുടെ തീപ്പെട്ടികൾ വെള്ളത്തിൽ പോയി. തീപ്പെട്ടി വിൽക്കാൻ കഴിയാതെ മടങ്ങിച്ചെന്നാൽ അവളുടെ രണ്ടാനച്ഛൻ അവളെ അതിക്രൂരമായി ശിക്ഷിക്കും. പക്ഷേ ദേശാടന പക്ഷി അതിന് ഒരിക്കലും തയ്യാറായില്ല. അവസാനം രാജകുമാരൻ അപേക്ഷിക്കുന്നത് നിർത്തി ആജ്ഞാപിച്ചു. അങ്ങനെ ദേശാടന പക്ഷി കരഞ്ഞുകൊണ്ട് രാജകുമാരൻ്റെ രണ്ടാമത്തെ കണ്ണ് കൊത്തിയെടുത്ത് ആ പെൺകുട്ടിക്ക് നൽകി. തനിക്ക് ഏതോ വിലപിടിപ്പുള്ള രത്നം കിട്ടി എന്ന് മനസ്സിലാക്കിയ കുട്ടി സന്തോഷത്തോടെ വീട്ടിലേക്കോടി. ഇപ്പോൾ രാജകുമാരൻ അന്ധനായി. കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. ദേശാടന പക്ഷി പറന്നു വന്ന് രാജകുമാരൻ്റെ തോളിലിരുന്നു. രാജകുമാരൻ പറഞ്ഞു, ശൈത്യം വർദ്ധിച്ചു വരികയാണ്. ദേശാടന പക്ഷി, നീ വേഗം നിൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തണം. പക്ഷേ ദേശാടന പക്ഷി അന്ധനായ രാജകുമാരനെ വിട്ടുപോകാൻ തയ്യാറായില്ല. രാജകുമാരനോട് പക്ഷി താൻ സഞ്ചരിച്ച നാടിനെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങി. രാജകുമാരൻ പറഞ്ഞു, എൻ്റെ ജനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? പക്ഷി ഓരോ ദിവസവും പറന്നു വന്ന് ആ നാട്ടിലെ ആളുകളുടെ വിഷമങ്ങളെല്ലാം പറയും. അതൊക്കെ കേൾക്കുമ്പോൾ രാജകുമാരൻ പക്ഷിയോട് തൻ്റെ ശരീരത്തിലെ പടച്ചട്ട നിർമ്മിച്ചിരിക്കുന്ന സ്വർണ്ണ ഇലകൾ ഓരോന്നായി അവർക്ക് കൊടുത്ത് അവരുടെ വിഷമം മാറ്റാനായി പറഞ്ഞു. അങ്ങനെ രാജകുമാരൻ്റെ കണ്ണുകൾ നഷ്ടമായി. ശരീരം നിർമ്മിച്ചിരിക്കുന്ന സ്വർണ്ണ കുപ്പായം നഷ്ടപ്പെട്ടു. ശൈത്യം കൂടിക്കൊണ്ടിരുന്നു. ദേശാടന കിളിക്ക് ആ തണുപ്പ് സഹിക്കാൻ പറ്റാതെയായി. അത് മരിച്ചു പോവുകയാണ് എന്നതിന് മനസ്സിലായി. അത് വളരെ കഷ്ടപ്പെട്ട് പറന്നു ചെന്ന് രാജകുമാരൻ്റെ തോളിലിരുന്നു. താൻ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ് എന്ന് ദേശാടന പക്ഷി പറഞ്ഞപ്പോൾ രാജകുമാരൻ സന്തോഷിച്ചു. ഓ, നല്ല കാര്യം. എത്ര നാളായി ഞാൻ ഈ കാര്യം പറയുന്നു.
അപ്പോൾ പക്ഷി പറഞ്ഞു, ഞാൻ അങ്ങയെ ഉപേക്ഷിച്ച് ഈജിപ്തിലേക്കല്ല പോകുന്നത്, ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ പക്ഷി പറന്നു ചെന്ന് രാജകുമാരനെ ചുംബിച്ചു. പിന്നീട് രാജകുമാരൻ്റെ കാലിൽ മരിച്ചു വീണു. അപ്പോൾ തന്നെ രാജകുമാരൻ്റെ ശരീരത്തിലുള്ള ലോഹനിർമ്മിതമായ ഹൃദയം പൊട്ടിത്താഴെ വീണു. പിറ്റേന്ന് രാജ്യത്തിലെ എല്ലാവരും കാണുന്നത് രാജകുമാരൻ്റെ പ്രതിമയുടെ താഴെ ഒരു കിളി മരിച്ചു കിടക്കുന്നു. അപ്പോൾ അവിടെ വന്ന നഗരസഭാ കൗൺസിലർ പറയുകയാണ്, ഇവിടെയാണോ ഈ കിളിക്ക് മരിക്കാൻ കണ്ട സ്ഥലം? അപ്പോഴാണ് അവർ രാജകുമാരനെ ശ്രദ്ധിക്കുന്നത്. കണ്ണുകൾ രണ്ടും നഷ്ടമായിട്ടുണ്ട്. ശരീരത്തിലുള്ള സ്വർണ്ണ ഉടുപ്പും നഷ്ടമായി. രാജകുമാരൻ ഇപ്പോൾ ഒരു പിച്ചക്കാരനെ പോലെയുണ്ടെന്ന് കൗൺസിലർ പറഞ്ഞു. പിന്നീട് ആ പ്രതിമ അവിടെ നിന്നും എടുത്തു മാറ്റാൻ തീരുമാനിച്ചു. മരിച്ചുപോയ ദേശാടന പക്ഷിയുടെ ശവശരീരം അവിടെയുള്ള ഒരു ചവറ്റുകുട്ടയിൽ നിക്ഷേപിച്ചു. രാജകുമാരൻ്റെ ശരീരം ബാക്കിയുള്ളത് ഒരുക്കി അടുത്ത ഒരു പ്രതിമ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനിടയിൽ അവിടെയുള്ള നഗരസഭാ ഭാരവാഹികൾ തമ്മിൽ അടിയായി. അവിടെയുള്ള കൗൺസിലേഴ്സ് അവരവരുടെ പ്രതിമ നഗരമധ്യത്തിൽ വയ്ക്കണമെന്നായി. അങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ വഴക്കായി. അവിടെയുള്ള രാജകുമാരൻ്റെ ലോഹനിർമ്മിതമായ ഹൃദയവും ആ ചവറ്റുകുട്ടയിൽ നിക്ഷേപിച്ചു. ഈ സമയം സ്വർഗത്തിലെ ദൈവം മാലാഖമാരോട് പറഞ്ഞു, ഭൂമിയിൽ പോയി അവിടെ ഏറ്റവും വില പിടിച്ച 2 സാധനങ്ങൾ എടുത്തുകൊണ്ടുവരണം. കുറച്ചു കഴിഞ്ഞ് മാലാഖമാർ ദൈവത്തിൻ്റെ മുന്നിൽ മരിച്ചുപോയ ദേശാടന പക്ഷിയുടെ ശവശരീരവും രാജകുമാരൻ്റെ ഹൃദയവും കൊണ്ടുവന്നു. ദൈവം അത് കണ്ട് ഒത്തിരി സന്തോഷിച്ചു.